അമേരിക്ക പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്ന അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? സൗരോർജ്ജ കരാർ ലഭിക്കാൻ വേണ്ടി ശതകോടികൾ കൈക്കൂലി നൽകിയ കേസിലാണ് ഗൗതം അദാനിക്കെതിരെ അമേരിക്കയുടെ അറസ്റ്റ് വാറന്റ് ഉള്ളത്. $2 ബില്യൺ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ്ജ വിതരണ കരാറിനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് 2029 കോടി രൂപ കൈക്കൂലി നൽകി എന്ന കേസിലാണ് US നീതിന്യായ വകുപ്പിന്റെ നടപടി. 12 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജ കരാറുകൾ ലഭിക്കാൻ 2029 കോടി കൈക്കൂലി നൽകിയ കേസിലാണ് ന്യൂയോർക്കിലെ നീതിന്യായ വകുപ്പ് അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 2020-നും 2024-നും ഇടയിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും കൈക്കൂലി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അദാനി നിരവധി തവണ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഫോണിലൂടെ സംസാരിച്ചതായും US അന്വേഷണ സംഘം കണ്ടെത്തി. $2 ബില്യൺ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ്ജ വിതരണ കരാർ ലഭിക്കുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകി. ഈ വിവരം അമേരിക്കൻ നിക്ഷേപകരോട് മറച്ചുവെച്ച് കോടികളുടെ നിക്ഷേപം സമാഹരിച്ചു. US അറ്റോർണി ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലേതാണ് ഈ വിവരം. US കൈക്കൂലി വിരുദ്ധ നിയമമായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിന്റെ പരിധിയിലാണ് കേസ് വരുന്നത്. ഗൗതം അദാനി, ബന്ധു, സാഗർ അദാനി എന്നിവർ ഉൾപ്പെടെ 7 പേരാണ് കേസിലെ പ്രതികൾ. വഞ്ചന, അഴിമതി, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ അദാനിക്കെതിരെ ചുമത്തി. കുറ്റപത്രം പരിശോധിച്ചതിന് പിന്നാലെയാണ് US നീതിന്യായ വകുപ്പ് അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. വാർത്ത പുറത്തു വന്നതോടെ അദാനിക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. നിയമലംഘനം നടത്തിയെന്ന് ഉറപ്പായിട്ടും അദാനിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് രാഹുൽ ചോദിച്ചു. क्रिमिनलिटी के साथ काम कर रहे हैं, मोनोपोलाइजेशन के लिए काम कर रहे हैं, करप्शन के साथ काम कर रहे हैं, वी हैव अ प्रॉब्लम. अब सरकार के ऊपर है कि वो इन्वेस्टिगेशन शुरू करें. Adani ji has done criminal acts according to the Federal Bureau of Investigation. അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. അദാനി വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദാനിയുടെ ഇടപാടുകളിൽ സംയുക്ത അന്വേഷണം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. മോദിയും അദാനിയും ഒന്നാണെന്നും രാഹുൽ പറഞ്ഞു. അദാനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ JPC അന്വേഷണം കോൺഗ്രസും ആവശ്യപ്പെട്ടു. മല്ലികാർജ്ജുൻ ഖർഗെ, തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര, CPIMന്റെ പ്രമുഖ നേതാക്കൾ, മറ്റു പാർട്ടികളുടെ നേതാക്കളെല്ലാം വിമർശനം ഉയർത്തുകയും ചെയ്തു. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന വിശദീകരണം അദാനി ഗ്രൂപ്പ് പുറത്തിറക്കി. അമേരിക്കൻ നീക്കത്തിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. വഞ്ചന കേസിൽ അമേരിക്ക വിചാരണ നടപടി തുടങ്ങിയതോടുകൂടി ഗൗതം അദാനിയുടെ ആസ്തിയിൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടായത് വലിയൊരു ഇടിവാണ്. 1 ലക്ഷം കോടി രൂപയുടെ ഇടിവ്. ചരിത്രത്തിൽ തന്നെ ഒറ്റ ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവുകളിൽ ഒന്നാണ് ഇന്ന് അദാനി ആസ്തിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ 9:15 നിഫ്റ്റി തുറക്കാനുള്ള മണിയടിക്കുമ്പോൾ ഗൗതം അദാനിയുടെ ആസ്തി 5.89 ലക്ഷം കോടി രൂപ. വൈകിട്ട് 3:30 വിപണി അടയ്ക്കുമ്പോൾ ആസ്തി 4.85 ലക്ഷം കോടി രൂപ. 6.25 മണിക്കൂർ കൊണ്ട് 1 ലക്ഷം കോടി രൂപയ്ക്ക് പാപ്പരാവുകയായിരുന്നു ഗൗതം അദാനി. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ വീഴ്ച അസാധാരണമാണ്. ഫോബ്സിന്റെ റിയൽ ടൈം ബില്യണർ പട്ടികയിൽ 25-ാം സ്ഥാനത്തേക്കും ഗൗതം അദാനി വീണു. ഗൗതം അദാനിക്ക് മാത്രമല്ല, കുടുംബത്തിലെ വലിയ ഓഹരി ഉടമയായ വിനോദ് അദാനിക്കും മക്കൾക്കും മരുമക്കൾക്കും ആസ്തിയിൽ വലിയ ഇടിവാണുണ്ടായത്. 2000 കോടി രൂപ കൈക്കൂലി കൊടുത്ത് കരാർ നേടിയെന്ന് അമേരിക്കയുടെ കുറ്റപത്രത്തിൽ ആരോപണം നേരിട്ട അദാനി ഗ്രീൻ എനർജിയുടെ ഓഹരി മൂല്യത്തിൽ 20% ഇടിവ്. 20%-ത്തിലധികം ഒരു ദിവസം വിറ്റഴിക്കാൻ ചട്ടം അനുവദിക്കുന്നില്ല എന്നതിനാൽ മാത്രമാണ് വീഴ്ച അവിടെ അവസാനിച്ചത്. അദാനി പോർട്സ്, അദാനി എനർജി സൊല്യൂഷൻ എന്നിവയുടെ ഓഹരികളിലും 20% ഇടിവുണ്ടായി. ഗൗതം അദാനിക്ക് വ്യക്തിപരമായി ആസ്തിയിൽ 1 ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടായപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ ഒരു ദിവസമുണ്ടായ ഇടിവ് 2 ലക്ഷം കോടി രൂപയുടേതാണ്. റിസർച്ച് ഡെസ്ക്, ന്യൂസ് മലയാളം.